സ്പെഷ്യൽ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഉത്രാടം സ്പെഷ്യൽ വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു പുറത്ത്. സമയം ഒരു 6 മണിയൊക്കെ ആയിട്ടേ ഉണ്ടാവുള്ളൂ കേട്ടോ. തലേ ദിവസം തുടങ്ങിയ മഴയാണ്, രാവിലെ ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. നല്ല മഴയായിരുന്നു. അപ്പോൾ തന്നെ മനസ്സിലൊരു ഇതുണ്ടായിരുന്നു, തിരുവോണം എന്തായിരിക്കും എന്നുള്ളത്. തിരുവോണം ഇപ്രാവശ്യം മഴ കൊണ്ടുപോകും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു കേട്ടോ മനസ്സിൽ. അപ്പോൾ അങ്ങനെ നല്ല മഴയല്ലേ, അപ്പോൾ മക്കൾ നല്ല ഉറക്കമാണ്, എണീറ്റിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നേരെ അടുക്കളയിലേക്കാണ് കേട്ടോ പിന്നെ പോയത്. അടുക്കളയിൽ പോയിട്ട് നമുക്ക് ഉത്രാടത്തിന് സദ്യ ഉണ്ടാക്കുമല്ലോ, കുറച്ച് സദ്യവട്ടങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് വീട്ടിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ ഞാൻ അരിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് സാമ്പാറിനും ഉപ്പേരിക്കും പിന്നെ അവിയലിനും പിന്നെ ഇത് മത്തയ്ക്ക് എന്തിനായിരുന്നു, എലിശ്ശേരിക്കായിരുന്നു തോന്നുന്നു, അതും ഞാൻ അരിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുക്കളയത്തിൻ്റെ പണി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ നേരെ വന്നത് പൂവിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏട്ടൻ്റെ അനിയൻ തലേ ദിവസം വരുമ്പോൾ കുറച്ച് പൂവ് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്ര ദിവസം നമ്മുടെ വീട്ടിലുള്ള പൂക്കൾ വെച്ചിട്ടാണ് പൂവിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉത്രാടത്തിൻ്റെ അന്ന് കുറച്ച് വെറൈറ്റി പൂക്കളൊക്കെ വെച്ചിട്ട് പൂക്കളം ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ മക്കളൊക്കെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരങ്ങനെ ഈ സമയത്ത് അങ്ങനെ എണീറ്റ് വരാറില്ല, പക്ഷേ അവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വന്ന പാടെ എന്നെ സഹായിക്കാനാണ് അവർ നിന്നിട്ടുള്ളത്. എനിക്ക് വേണ്ടിയിട്ട് പൂവൊക്കെ നേരാക്കി തരുന്നുണ്ട് കേട്ടോ. അച്ചുവിടും കിച്ചുവിടും ഒക്കെ നേരാക്കി തരുന്നുണ്ട്. പുറത്ത് മഴ മാറിയിട്ടില്ല കേട്ടോ, ഇപ്പോഴും നല്ല മഴ തന്നെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പൂവ് നേരാക്കി കഴിയുമ്പോഴേക്കും അമ്മമ്മ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അമ്മമ്മയുടെ ഡ്യൂട്ടിയാണ്. അമ്മമ്മയാണ് നമുക്ക് പൂവിടാനുള്ള സ്ഥലത്ത് ചാണകം തേച്ചരുത് കേട്ടോ. ഇവർ പൂവിടാനുള്ളത് ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ ടയറൊക്കെ വെച്ച് ടയറിൽ മണ്ണ് നിറച്ചിട്ടാണ് പൂവിടാനുള്ള സ്ഥലമൊക്കെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അമ്മമ്മ വന്നിട്ടാണ് അവിടെ ചാണകമൊക്കെ തേച്ചിരുന്നത്. അതെപ്പോഴും അമ്മമ്മയ്ക്ക് തന്നെയായിട്ട് ഞാൻ ഡ്യൂട്ടി കൊടുക്കാറ്. അങ്ങനെ നമ്മളിതേ പൂവൊക്കെ ചെറുതായിട്ട് ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എൻ്റേതായുള്ള രീതിയിൽ ഞാൻ ഇട്ടിട്ടുള്ള ഉത്രാട സ്പെഷ്യൽ പൂക്കളാണ് ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. എൻ്റെ മക്കൾ ഇതേ ഇവിടെ രാവിലെ കുളിച്ച് നല്ല സുന്ദര കുട്ടന്മാരായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടുപേർക്ക് ഞാൻ ഒരേപോലത്തെ ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫോട്ടോഷൂട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവരെ വീഡിയോ എടുക്കാൻ വേണ്ടി പിടിച്ച് നിർത്തിയതാണ്. അപ്പോൾ കിച്ചൂട്ട് ആ പൂവൊക്കെ ഓൾമോസ്റ്റ് എല്ലാം ശരിയാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉത്രാടത്തിൻ്റെ അന്നതേ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് പഴം പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്കങ്ങനെ പഴം പുഴുങ്ങിയത് ഇഷ്ടമല്ല, അല്ലാത്തതാണെങ്കിൽ ഞാൻ കഴിക്കും, പക്ഷെ പുഴുങ്ങിയത് ഞാൻ അങ്ങനെ കഴിക്കാറില്ല കേട്ടോ. അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, ഇതിൽ തോലുണ്ടായിരുന്നു. എല്ലാവരുടെയും കഴിക്കൽ കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ഉള്ളത് ഞാനും അമ്മമ്മയും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പഴം പുഴുങ്ങിയതുണ്ട്. പഴം കഴിക്കാത്തവർക്ക്, അതായത് എനിക്കും എൻ്റെ മക്കൾക്കും വേണ്ടിയിട്ട് അമ്മ അതേയും നമ്മുടെ സേമിയം കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഉണ്ട്. അപ്പോൾ ഞാൻ ഉപ്പുമാവാണ് കഴിക്കാൻ പോകുന്നത്. ഉത്രാടത്തിൻ്റെ അന്നും നമ്മൾ വീട്ടിൽ ചെറിയൊരു സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ചോറ്, കൂട്ടാൻ, എലിശ്ശേരി, പിന്നെ അവിയൽ, പപ്പടം. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഇവർ ഈ പാലക്കാട് സൈഡ് അവയെ കാരണം തന്നെ ഇവർ മീൻ വറുത്തത്, അതായത് നമ്മൾ വിളക്കത്ത് വിളമ്പില്ല, അല്ലാതെ നമ്മൾ സദ്യയുടെ ഒപ്പം അവർ മീൻ വറുത്തതും കൂടെ വെക്കും കേട്ടോ. അപ്പോൾ അതും കൂട്ടിയിട്ട് സദ്യയൊക്കെ കഴിച്ചു. ഇതാണ് എൻ്റെ ഉത്രാടം സ്പെഷ്യൽ കോസ്റ്റ്യൂം, എൻ്റെ പുതിയ ഡ്രസ്സ്. അപ്പോൾ ഞങ്ങളങ്ങനെ ഏട്ടൻ്റെ അനിയൻ്റെ വീട്ടിൽ ഫുഡൊക്കെ കഴിച്ച് പായസം ഉണ്ടായിരുന്നു കേട്ടോ, സേമിയ പായസമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാനും ഏട്ടനും കൂടിയിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂവൊക്കെ വാങ്ങണം കേട്ടോ. അപ്പോൾ പൂവ് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. എവിടെ നോക്കിയാലും പൂവ് തന്നെ ഇരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കൂടുതൽ പൂവ് കിട്ടുന്ന സ്ഥലം നോക്കി പോയതാണ്. കുറേ വെറൈറ്റി പൂവുണ്ട്. അതായത് ജമന്തിയിൽ തന്നെ പല വെറൈറ്റി പൂക്കളുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ആ വെള്ളയും വയലറ്റും എല്ലാം കാണാൻ വേണ്ടി നല്ല രസമുണ്ട്. അങ്ങനെ അവിടുന്ന് ഏട്ടൻ്റെ വീട്ടിലേക്ക് തിരുവോണത്തിൻ്റെ അന്ന് പൂവിടാനുള്ള പൂവും വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾക്ക് കോമ്പറ്റീഷൻ ഉണ്ട്, മറ്റേ പൂക്കള മത്സരം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പൂവും കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള പൂക്കൾ കേട്ടോ. ഇതൊക്കെ എനിക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള പൂവാണ്. അവിടെ പൂക്കള മത്സരത്തിന് വേണ്ടിയിട്ടുള്ള പൂവാണ്. അതിലെനിക്ക് വെറൈറ്റി തോന്നിയിട്ടുള്ള ഒരു പൂവാണ് കേട്ടോ ഇത്. ഇതൊരു ജമന്തി തന്നെയാണ്, പക്ഷേ അതിൽ വെറൈറ്റി ഒരു ഗോൾഡൻ കളറാണ് കേട്ടോ വരുന്നത്. അങ്ങനെ കുറച്ച് പൂവ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഏട്ടൻ്റെ വീട്ടിലേക്കുള്ള കുറച്ച് പൂവും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ആ കവറിലിരിക്കുന്നത്. 100 രൂപയ്ക്ക് ഒരു കിറ്റ് പൂവ് കിട്ടും. അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പുറത്ത് പോയി വരുമ്പോൾ രാത്രിക്കുള്ള ഫുഡും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കി എല്ലാവർക്കും പൊറാട്ടയും എനിക്ക് ചിക്കൻ ബിരിയാണിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മക്കളുടെ എല്ലാവരും കഴിക്കൽ കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ അവസാനമാണ് ഞാൻ കഴിക്കാനിരുന്നത്. ഞാൻ ബിരിയാണി എടുത്തപ്പോഴേക്കും നമ്മുടെ കിച്ചട്ടൻ വന്നിട്ട് ഉണ്ണിക്കും വേണം ബിരിയാണി എന്ന് പറഞ്ഞിട്ട് വരുന്നതായിട്ട് ഈ കാണുന്നത്. അപ്പോൾ ഏട്ടനെടുത്തിട്ട് എൻ്റെ കുട്ടിക്ക് ബിരിയാണി കൊടുക്കടി എന്നാണ് പറയണത്. അപ്പോൾ ഞാൻ കഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ കിച്ചണിനും കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്കൊക്കെ പൊറാട്ടയും ചിക്കനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രിത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും അനിയൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ. ഇനി കുറച്ച് നേരം അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മക്കൾ ഇതേ കടലൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉറങ്ങാൻ പോവുള്ളൂ. അപ്പോൾ നമ്മുടെ ഉത്രാടം സ്പെഷ്യൽ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.